കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജോലി കിട്ടിയ സന്തോഷത്തിൽ നിധി ലഡുവുമായി സുഭാഷ് ഏട്ടനെ കാണാനായി പണി സൈറ്റിലേക്ക് എത്തിയിരിക്കുക. ആ സമയത്താണ് അവിനാശിനുള്ള ഫുഡുമായി ചാന്ദിനിയും അങ്ങോട്ടെത്തുന്നത്. അവിനാശ് ചാന്ദിനിയെ നിധിക്കും സുധീഷിനും പരിചയപ്പെടുത്തി കൊടുത്ത് പിന്നീട് സുധീഷിനെയും നിധിയെയും ചാന്ദിനിക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ അനിയൻ സുധീഷിന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞ അവൾ സുഭാഷ് ഇതുവരെ കല്യാണം കഴിച്ചില്ലേ എന്ന് അന്വേഷിക്കുന്നുണ്ട്. സുഭാഷിന് പെണ്ണു നോക്കുകയാണെന്നും ഉടനെ റെഡിയാവുമെന്നും അവിനാശും പറയുകയാ. അപ്പോഴാണ് സുഭാഷ് നിധിയോടായി നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. ഇല്ലെന്നും വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നും നിധിയും പറയുകയാ. എവിടുന്ന് ഫുഡ് കഴിച്ചാലോ, നിധി ഓക്കെ ആണോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. സുഭാഷ് ഏട്ടന് കഴിക്കാനുള്ളതല്ലേ എടുത്തിട്ടുള്ളൂ എന്ന് നിധിയും ചോദിക്കുക. ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ കാര്യമെന്താണെന്ന് മനസ്സിലാവാതെ ചാന്ദിനിയും നിധി ക്യാ ബോൽ രഹി ഹോ എന്ന് അവിനാശിനോടായി ചോദിക്കുക. എല്ലാവർക്കും ഫുഡ് തികയുമോന്നാ എന്ന് ഭയ്യ പറയേ. മേനെ ഖാന ജ്യാദാ ബനായാ ഹെ, സബ് ഷെയർ കറേംഗെ എന്നവൾ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ ഷെയർ ഷെയർ എന്ന് സുധീഷും പറയുക. വീണ്ടും അവൾ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയേ. എന്താ പറയുന്നെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇവള് കുറെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ടേസ്റ്റ് ചെയ്തിട്ട് ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയണമെന്നുമാണെന്ന് ഭയ്യയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. നിധിയും അത് സമ്മതിച്ച് ഓക്കെ ശരി, കുറച്ച് കഴിച്ചു നോക്കാം. സുധീഷിന് ഓക്കെയാണെന്ന് നിധി അവനോടായി ചോദിക്കുക. നിധിക്ക് ഓക്കെ അല്ലേ, പിന്നെ എനിക്കൊക്കെ തന്നെയാ എന്ന് സുധീഷും സന്തോഷത്തോടെ സമ്മതിക്കേ. സുഭാഷ് ഏട്ടാ സൈറ്റ് ഒന്ന് ചുറ്റിക്കണ്ടു വരുന്നാലോ എന്ന് നിധി ചോദിക്കുക. അതിനെന്താ, വാ മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ വിളിക്കേ. ലഡു ബോക്സ് സുധീഷിന്റെ കയ്യിൽ നൽകി അവൾ സുഭാഷ് ഏട്ടന്റെ കൂടെ പോവുകയാ. ഭയ്യ ജോലി തിരക്കിലേക്കും ചാന്ദിനി ഫുഡ് എടുത്തു വെക്കാനായും പോകെ. തനിച്ചായി പോയ സുധീഷും എല്ലാവരും പോയല്ലോ, തനിച്ചു നിന്ന് ഞാൻ എന്ത് ചെയ്യാനാ എന്ന ആലോചനയോടെ നിന്ന് എന്റെ ഹിന്ദിയിലുള്ള കഴിവൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞവൻ ചാന്ദിനി ചാന്ദിനി എന്ന് വിളിച്ച് അവളുടെ പുറകെ പോവുകയാ. അവൾ അപ്പോഴേക്കും അവിടെ കഴിക്കാനുള്ള ഫുഡെല്ലാം എടുത്തു വെക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് ചെല്ലെ സുധീഷും എന്താ ഇപ്പൊ സംസാരിക്ക എന്ന് പറഞ്ഞ് ഹലോ എന്ന് പറയുക. ചാന്ദിനിയും എഴുന്നേറ്റ് ഹലോ എന്ന് പറയേ. മേരാ ബീവി ടുഡേ ഇന്റർവ്യൂ മേ പാസ് ഹോ ഗയാ, പാസ് കർത്താ ഹെ, സ്വീറ്റ് ആപ്കാ സ്വീറ്റ് എന്ന് പറഞ്ഞവൻ ആ ലഡു അവളുടെ നേരെ നീട്ടുമ്പോഴേക്കും അവളും ഒരു ലഡു എടുത്തുകൊണ്ട് ശുക്രിയ എന്ന് പറയുക. വേറെ എന്താ ഇപ്പൊ പറയാ എന്ന് ആലോചിച്ചെടുത്ത് സുധീഷ് വീണ്ടും തുമാരാ നാം ക്യാ ഹെ എന്ന് ചോദിക്കേ. ഹിന്ദി മാലൂം ഹെ എന്നവളും. ചോട്ടാ ചോട്ടാ മാലൂം എന്ന് സുധീഷും. ചാന്ദിനി എന്നവൾ പറയേ. ഓ അച്ഛാ നെയ് തുമാരാ ടുഡേ ക്യാ സാപ്പാട് എന്നവൻ ചോദിക്കേ. ചപ്പാത്തി സബ്സി റൈസ് ആൻഡ് ദാൽ എന്നവൾ പറയേ. അച്ഛ അച്ഛ ബഹുത് അച്ഛ എന്ന് സുധീഷും. ഖാന കായ എന്നവൾ ചോദിക്കേ. നോ നോ മേര ബീവി മൈ ബിഗ് ബ്രദർ യുവർ ബ്രദർ എല്ലാവരും വന്ന് ഒരുമിച്ചിരുന്ന് ഖാന എന്ന് പറഞ്ഞവൻ ചാന്ദിനിയോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽപ്പാ. രാത്രിയാവുമ്പോൾ തളത്തിലിരിക്കുക ഹരീഷ്. സുഭാഷ് അവിടെ മൊബൈലിൽ ജോലി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽപ്പാ. അപ്പോഴാണ് കയ്യിൽ കവറുകളുമായി നിധിയും നികേഷും അങ്ങോട്ടെത്തുന്നത്. അവരേക്കാണ് സുഭാഷും പോയിട്ട് വന്നു, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാ. നല്ല ടയേർഡായെന്ന് നിധി നികേഷിനോടായി പറയുമ്പോഴേക്കും സുഭാഷ് അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ട് കൊടുക്കുകയാ. സുധീഷും അപ്പോഴേക്കും അങ്ങോട്ടെത്തുന്നുണ്ട്. എന്താ മോളെ, എന്താ ഇന്ന് കടയിലേക്കൊക്കെ പോയത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. സുഭാഷ് ഏട്ടാ ഈ തിരുവനന്തപുരത്തുള്ള മൊത്തം കടകളിലും കയറിറങ്ങിയെന്ന് നികേഷും പറയുകയാ. ഓഫീസിലൊക്കെ പോവാനുള്ളതല്ലേ, കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങാൻ ഇറങ്ങിയതാ എന്ന് നിധി പറയുമ്പോഴേക്കും ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, ഞാൻ കാറിൽ കൊണ്ടുപോകുമായിരുന്നല്ലോ എന്ന് സുധീഷൻ പറയുകയാ. അതൊന്നും സാരമില്ല, ബസ് യാത്ര സൂപ്പർ ആയിരുന്നു എന്ന് നിധിയും. അല്ല നിധി എന്തൊക്കെ വാങ്ങിയത്, കുറെ ഉണ്ടല്ലോ, വലിയൊരു ഷോപ്പിംഗ് നടത്തിയ മട്ടുണ്ടല്ലോ എന്നൊക്കെ സുധീഷ് ചോദിക്കേ. നികേഷ് ഒരു കവറിൽ നിന്ന് നിധി തനിക്കായി വാങ്ങിച്ച പുതിയ ഷർട്ട് എടുത്ത് സുഭാഷ് ഏട്ടനെ കാണിക്കുക. അവൻ സന്തോഷത്തോടെ ഇതെനിക്ക് എടുത്തി വാങ്ങിയ പുതിയ ഷർട്ടാണെന്ന് പറയേ. സൂപ്പർ ആയിട്ടുണ്ടെന്ന് സുഭാഷ് ഏട്ടനും. നിധിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ല, ഡ്രസ് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് വന്നതാണെന്ന് നിധിയും. അതല്ല ആധാർ കാർഡും പാൻ കാർഡും എടുത്ത പോലെ നിധിയുടെ വീട്ടിൽ നിന്ന് ക്യാഷും എടുത്തു വന്നോ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. ക്യാഷ് ഒന്നും എടുത്തിട്ടില്ല, അന്നാ ഗോൾഡ് വിറ്റ ക്യാഷ് കുറച്ച് കയ്യിലുണ്ടായിരുന്നു എന്ന് നിധിയും. ആ ക്യാഷ് ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കേ. അല്ലാതെ എനിക്ക് പിന്നെ എന്ത് ചെലവാ എന്നവളും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നികേഷ് ആ ഷർട്ടുമായി എഴുന്നേറ്റ് ഈ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് സുഭാഷ് ഏട്ടൻ നോക്കി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കേ. അവനും അത് വാങ്ങിക്കൊണ്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പ്രൈസ് നോക്കുമ്പോഴേക്കും 1500 രൂപയുടെ ഷർട്ടോ, ഒരു ഷർട്ടിന് 1500 രൂപയോ എന്ന് അമ്പരപ്പോടെ ചോദിക്കുക. അതേ സുഭാഷ് ഏട്ടാ, ബ്രാൻഡഡ് ഷർട്ടല്ലേ എന്ന് നിധിയും. സുഭാഷ് ഏട്ടൻ എപ്പോഴും എന്തെങ്കിലും ഓഫറിലല്ലേ വാങ്ങുന്നത്, ഇത് ബ്രാൻഡഡ് ഷർട്ടാണ്, അതാ അത്രയും റേറ്റ്. തൊട്ടു നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് അല്ലേ എന്ന് നികേഷ് ചോദിക്കേ. നല്ലത് തന്നെയാ, പക്ഷേ 1500 കുറച്ചധികമല്ലേ എന്ന് സുഭാഷും. ഇത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് നികേഷ് ആ ഷർട്ട് വാങ്ങിച്ച് നോക്കുകയാ. അപ്പോഴാണ് നിധി സുഭാഷിനും ഒരു ഷർട്ട് എടുത്തു കൊടുത്ത് ഇത് സുഭാഷ് ഏട്ടന് എന്ന് പറയേ. എനിക്കിപ്പോ എന്തിനാ മോളെ ഷർട്ട് എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് വേണ്ടി വാങ്ങിച്ചതല്ലേ,
നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാന്ന് നിധി വീണ്ടും പറയും. സുഭാഷ് അത് വാങ്ങി നോക്കിക്കൊണ്ട് നന്നായിട്ടുണ്ട് മോളെ, ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഇങ്ങനെ ഒരു പുതിയ ഷർട്ടൊക്കെ എന്തിനാ എന്ന് സുഭാഷും ചോദിക്കുക. എപ്പോഴും ജോലി ചെയ്യില്ലല്ലേ, പുറത്തൊക്കെ പോവാൻ നല്ല ഷർട്ട് ഇടാലോ എന്നവൾ സന്തോഷത്തോടെ പറയേ. സുഭാഷും അതിലെ പ്രൈസ് ടാഗ് കണ്ട് എന്താ മോളെ ഇത് 1600 രൂപയോ എന്ന് ചോദിക്കേ. 2000 രൂപയുടെ ഒരു ഷർട്ട് കണ്ടു, അതിന് പക്ഷേ ക്യാഷ് തികയില്ലായിരുന്നു എന്ന് അവൾ പറയേ. നല്ല ആളാണല്ലോ നീ, ഞാൻ 1600 രൂപ തന്നെ അധികമാണെന്നാ പറയുന്നത്. ഇത്രയും ക്യാഷിന് ഞാൻ 4 ഷർട്ടെങ്കിലും എടുക്കും. 500 രൂപയ്ക്ക് മേലെയുള്ള ഷർട്ടേ ഞാൻ വാങ്ങാറില്ല എന്ന് പറഞ്ഞവൻ ഇമോഷണലായി. എനിക്കിതുവരെ ആരും ഷർട്ടൊന്നും വാങ്ങി തന്നിട്ടില്ല, എല്ലാം ഞാൻ തന്നെയാ വാങ്ങാറ്. ഇങ്ങനെ ഒരാൾ ഷർട്ട് വാങ്ങി തരുന്നത് ആദ്യമായിട്ടാ എന്നവൻ സന്തോഷത്തോടെ പറയേ. സുഭാഷ് ഏട്ടനെ ഞാൻ ഷർട്ട് വാങ്ങി തന്നിട്ടില്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അതല്ലടാ, നമ്മൾ രണ്ടുപേരും ഷോപ്പിങ്ങിന് പോകുമ്പോ ഒരു ഷർട്ട് കാണിച്ച് അത് നല്ലതാണെന്ന് പറയുമ്പോ നീ വാങ്ങി തന്നിരുന്നു. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് യോജിച്ചൊരു ഷർട്ട് എടുത്തു വരുന്നത് നിധിയാണ്. സന്തോഷമായി മോളെ, നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അത് വിട്ടേക്ക് സുഭാഷ് ഏട്ടാ, ഇതിലിപ്പോ എന്താ അത്ര കാര്യമായിട്ടുള്ളതെന്ന് നിധിയും. പിന്നീട് അവൾ ഹരീഷിനും ഒരു ടീഷർട്ട് എടുത്തു കൊടുത്ത് ഹരീഷേ ഇത് നിനക്കാ എന്ന് പറയാ അമ്പരപ്പോടെ. എനിക്കോ എന്ന് ഹരീഷും. ഹരീഷിനു തന്നെ വാങ്ങിക്കെന്ന് അവൾ പറയുമ്പോഴേക്കും അത് സന്തോഷത്തോടെ വാങ്ങി താങ്ക്സ് പറയുകയാ. ഹരീഷ് എപ്പോഴും ടീഷർട്ടല്ലേ ഇടാറ്, അതുകൊണ്ടാ ടീഷർട്ട് വാങ്ങിയതെന്ന് നിധി പറയുമ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് വന്ന് എന്താ വല്ല ഓണം വിഷു ഒക്കെ ആയോ, ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് വന്നിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓണവും വിഷുവും വന്നാൽ മാത്രമേ ഡ്രസ്സ് വാങ്ങുകയുള്ളൂ, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവുകയാ, അതാ എല്ലാവർക്കും ഗിഫ്റ്റായി ഡ്രസ്സ് വാങ്ങിയിട്ട് വന്നതെന്ന് പറഞ്ഞ് അവൾ ഒരു ബോക്സ് എടുത്ത് അച്ഛന്റെ നേരെ നീട്ടി. ഇത് അച്ഛനുള്ളതാണെന്ന് പറയുന്നുണ്ട്. എനിക്കോ എന്ന് പറഞ്ഞ് അച്ഛനും അത് വാങ്ങി തുറന്നു നോക്കുമ്പോഴേക്കും ഷർട്ടോ നല്ല കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്, പുറത്തെവിടെയെങ്കിലും പോകുമ്പോ ഇട്ടോണ്ട് പോവാലോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉമ്മറത്തേക്ക് പോവുകയാ. എല്ലാവരും സന്തോഷത്തോടെ അവരുടെ ഡ്രസ്സെല്ലാം നോക്കി നിൽക്കേ. ഗിഫ്റ്റ് ഒന്നും കിട്ടാതെ നിൽക്കായിരുന്ന സുധീഷും നിധി എന്തോ കവറിൽ തിരയുന്നത് കാണേ. എനിക്കുള്ളത് എടുക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നിധിയുടെ അടുത്തേക്ക് ചെന്ന് തന്നേക്കെന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോഴേക്കും നിധി അതെല്ലാം എടുത്ത് റൂമിലേക്ക് പോവുകയാ. എനിക്ക് ഡ്രസ്സ് ഇല്ലേ എന്ന് അമ്പരപ്പോടെ ചോദിച്ചുകൊണ്ട് എന്താടാ അവളെന്നെ കാണാത്ത പോലെ പോയതെന്ന് ടെൻഷനോടെ ഹരീഷിനോടായി ചോദിക്കുക സുധീഷും. സുധീഷ് ഏട്ടനെ ഒന്നും വാങ്ങിച്ചില്ല, അതാ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയതെന്ന് ഹരീഷും. നികേഷ് അപ്പോഴേക്കും തന്റെ ഷർട്ടിട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നുണ്ട് സുധീഷിനോട്. സുധീഷ് ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന നിധിയും അത് കണ്ട് സാറ് നല്ല ടെൻഷനിലാണല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് സുധീഷിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും എന്താ നിധി എനിക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിയില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വാങ്ങിയിട്ടില്ലെന്ന് അവൾ ടെൻഷനോടെ പറയേ. എല്ലാവർക്കും വാങ്ങിയല്ലോ, എനിക്ക് മാത്രം വാങ്ങിയില്ലേ എന്നവൻ വീണ്ടും ചോദിക്കേ. ഇല്ലെന്നവൾ തലയാട്ടുകയാ. സുഭാഷ് ഏട്ടനും ഹരീഷിനും നികേഷിനും അച്ഛനും വരെ വാങ്ങിക്കൊടുത്തു, എനിക്കൊരു ഷർട്ട് വാങ്ങണമെന്ന് പോലും തോന്നിയില്ലേ, ഷർട്ടില്ലെങ്കിൽ പോട്ടെ ഒരു ബനിയനോ തോർത്തോ കർച്ചീഫോ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ തോന്നിയില്ലേ എന്ന് സുധീഷ് ടെൻഷനോടെ വീണ്ടും ചോദിക്കേ. ഇല്ലെന്ന് നിധി. അതുകൾക്ക് അവൻ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ഹരീഷും അവനെ ദേഷ്യം പിടിപ്പിക്കാനായി നികേഷേ എന്റെ ടീഷർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കടാ, സൂപ്പർ അല്ലേന്ന് ചോദിക്കേ. അത് സൂപ്പർ തന്നെയാ, ഇത് നോക്ക് എന്റേത് ബ്രാൻഡഡ് ഷർട്ടാ എന്ന് പറഞ്ഞ് നികേഷും തന്റെ ഷർട്ട് കാണിക്കുന്നു. വെറുതെ ഇരിക്കുന്ന അവരെ വഴക്കു പറഞ്ഞുകൊണ്ട് സുഭാഷും നിധിയോടായി നിധിക്ക് ഞങ്ങളല്ലേ വാങ്ങി തരേണ്ടത്, നിധി ഇപ്പോ ഞങ്ങൾക്കാ വാങ്ങി തന്നത് എന്ന് പറയേ. എനിക്ക് വേണ്ടി നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്തില്ലേ, അത് മതി എന്ന് നിധിയും. ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും നിധി പുറകിൽ ഒളിപ്പിച്ചു വെച്ച ആ ഷർട്ട് അവന് നേരെ നീട്ടുകയാ. അതുകാണെ അവനും സന്തോഷത്തോടെ എനിക്കോ എന്ന് ചോദിക്കേ. അതെ നിങ്ങൾക്ക് തന്നെ എന്നവൾ പറയുന്നത് കേൾക്കെ അവനും സന്തോഷത്തോടെ അത് വാങ്ങിച്ചു നോക്കിക്കൊണ്ട് നിധി സൂപ്പർ ആയിട്ടുണ്ട്, ഈ കളർ വാങ്ങണമെന്ന് ഞാൻ ഒരുപാട് നാളായി വിചാരിക്കുന്നു. എങ്ങനെയാ നിധി, ഞാൻ പറയാതെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങിച്ചല്ലോ. നിധി എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയിട്ടില്ലെന്നറിഞ്ഞപ്പോ ഞാൻ ആകെ അപ്സെറ്റായി. പക്ഷേ എല്ലാവരുടെയും പോലെ എനിക്കും സൂപ്പർ ഒരു ഷർട്ട് വാങ്ങി തന്നു. അല്ല എനിക്ക് ഈ കളർ ഇഷ്ടമാണെന്ന് നിധിക്ക് എങ്ങനെ മനസ്സിലായി എന്നവൻ വീണ്ടും സന്തോഷത്തോടെ ചോദിക്കേ. എനിക്കിതൊന്നും അറിയില്ല, നികേഷാണ് ഈ കളർ സുധീഷിന് നന്നായി ചേരുമെന്ന് പറഞ്ഞത് എന്നവൾ പറയുന്നത് കേൾക്കെ ഒരു വല്ലായ്മയോടെ നികേഷ് ആയിരുന്നോ എന്ന് സുധീഷും. നികേഷും എല്ലാവരുടെയും ഷർട്ട് ഞാൻ തന്നെയാ സെലക്ട് ചെയ്തത്, പക്ഷേ അച്ഛൻ്റേത് മാത്രം ഞാനല്ല സെലക്ട് ചെയ്തത്, അത് ഏട്ടത്തിയെ സെലക്ട് ചെയ്തതെന്ന് നികേഷും. അപ്പോഴാണ് സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. ഹരീഷ് അതെടുത്തു നോക്കിക്കൊണ്ട് സുനന്ദയാണല്ലോ എന്ന് പറയേ. അവളെന്താ കല്യാണം കഴിഞ്ഞു പോയതല്ലേ, അവളോട് ഇപ്പോഴും സുഭാഷ് ഏട്ടൻ സംസാരിക്കാറുണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ. ഞാനൊന്നും വിളിക്കാറില്ല, പോകുന്നതിന് മുന്നേ അവൾ ഇടയ്ക്കിടെ വിളിക്കുമായിരുന്നു, എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുകയായിരിക്കും, എടുത്ത് എന്താണെന്ന് ചോദിക്കെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും കോൾ എടുക്കാനായി തുടങ്ങുക. സുഭാഷ് വീണ്ടും അവനെ തടഞ്ഞ് എടുക്കണ്ട, രാത്രി സമയമായി, ഇപ്പൊ എടുക്കുന്നത് ശരിയല്ല എന്ന് പറയേ. എന്താ സുഭാഷ് ഏട്ടാ, ഞങ്ങളുള്ളത് കൊണ്ടാണോ എടുക്കേണ്ടെന്ന് പറയുന്നതെന്ന് സുധീഷും. എന്താടാ നീ പറയുന്നേ, അങ്ങനെയൊന്നുമില്ല, അവളാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്, നീ വേറെന്തൊക്കെയോ ചിന്തിക്കുന്നു എന്നൊക്കെ സുഭാഷ് പറയേ. എന്തൊക്കെയോ നടക്കുന്നു എന്ന് സുധീഷും. അതൊക്കെ പോട്ടെ, എല്ലാവരും ഷർട്ട് എടുത്ത് വെക്കേ,
എന്തെങ്കിലും വിശേഷത്തിനിടാം എന്നവൻ പറയേ. ഞാൻ കോളേജിൽ പോകുമ്പോൾ ഈ ഷർട്ട് ഇട്ടോട്ടെ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അത് വേണ്ട, ഓണത്തിനിടാം, ഇത് നല്ല തുണിയല്ലേ എന്ന് സുഭാഷും. അപ്പോൾ എനിക്ക് ഓണത്തിന് പുതിയ ഷർട്ട് വാങ്ങിത്തരില്ലേ? അതൊന്നും പറ്റില്ല, എനിക്ക് ഓണത്തിന് പുതിയ ഷർട്ട് തന്നെ വേണം എന്നവനും തീർത്ത് പറയേ. നികേഷേ, അത് വിട്, അടുത്ത മാസം തൊട്ട് എനിക്ക് സാലറി കിട്ടുമല്ലോ, അപ്പോ വേറൊരു സൂപ്പർ ഷർട്ട് കൂടി വാങ്ങിത്തരാമെന്ന് നിധിയും സന്തോഷത്തോടെ ഇടത്തേക്ക് താങ്ക്സ് പറയുമ്പോഴേക്കും ഫുഡ് കഴിച്ചാലെന്ന് പറഞ്ഞ് സുഭാഷ് തന്റെ ഷർട്ട് ഹരീഷിന്റെ കയ്യിൽ കൊടുത്ത് കൊണ്ടുവയ്ക്കാനായി പറയുകയാണ്. അതുമായി പോകുമ്പോഴേക്കും സുധീഷും നികേഷുമെല്ലാം അവരുടെ ഷർട്ട് എടുത്ത് വെക്കാനായി പോവുകയാണ്. പിന്നീട് രാവിലെ ആവുമ്പോൾ പായസം ഉണ്ടാക്കി സുഭാഷ് ഏട്ടൻ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും വിശേഷമുണ്ടോ? എന്താ രാവിലെ തന്നെ പായസമൊക്കെ എന്ന് സുധീഷും നികേഷും ചോദിക്കുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല, നിധി ആദ്യമായി ജോലിക്ക് പോവുകയല്ലേ, അതുകൊണ്ടാണ് രാവിലെ തന്നെ പായസം ഉണ്ടാക്കിയതെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. സുധീഷും പരിഭവത്തോടെ, ഞാൻ ആദ്യമായി ജോലിക്ക് പോയ സമയത്ത് ഒരു ഗ്ലാസ് പാലെങ്കിലും തന്നോ? ഇന്നിപ്പോ നിധിക്ക് പാൽ പായസമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്, അനിയത്തോട് അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ എന്ന് സുധീഷ് പറയേ. എന്റെ പിറന്നാളിനു കൂടി സുഭാഷ് ഏട്ടൻ ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ എന്ന് നികേഷും പരിഭവത്തോടെ പറയുന്നത് കേൾക്കെ അത് കേട്ടിരുന്ന ഹരീഷും, നിന്റെ പിറന്നാളിന് ഒന്നും ചെയ്തിട്ടില്ലെന്നോ? നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തരാറില്ലേ? നീ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിച്ചു തരികയും ചെയ്യും, അതെല്ലാം നീ മറന്നുപോയോ എന്ന് അവനും ചോദിക്കും. അത് ശരിയാണല്ലോ എന്ന് നികേഷും സമ്മതിക്കേ. അപ്പോ സുഭാഷ് ഏട്ടന് എന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ശ്രദ്ധയും ഇല്ലാത്തത് അല്ലേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ആദ്യം നീ പായസം കുടിക്കുന്ന സുഭാഷ് ഏട്ടൻ പറയുമ്പോഴേക്കും നിധിയും സാരിയെല്ലാം ഉടുത്ത് ജോബിന് പോവാൻ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാ. എല്ലാവരും അവളെ സന്തോഷത്തോടെ നോക്കിയിരിക്കെ സുധീഷും അവളെ കണ്ണിമ വെട്ടാതെ തന്നെ നോക്കിയിരിക്കുക. എടുത്തി സൂപ്പർ എന്ന് നികേഷ് പറയേ. താങ്ക് യു നികേഷേ എന്നവളും സന്തോഷത്തോടെ പറയുകയാ. റെഡിയായോ മോളെ എന്ന് സുഭാഷ് ചോദിക്കേ. റെഡിയായി എന്ന് അവൾ പറയുന്നത് കേൾക്കെ താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് അവൾക്ക് പായസം എടുക്കാനായി പോവുകയാ. സുധീഷ് അപ്പോഴും കണ്ണിമ വെട്ടാതെ പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കാണാൻ നിധിയും സംശയത്തോടെ എന്താ എന്ന് ചോദിക്കുക. സുധീഷും ഒരു പരുങ്ങലോടെ ഞെട്ടിപ്പിടന്ന് എഴുന്നേറ്റ് ഒന്നുമില്ല, നിധി നിൽക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഒരു കസേര എടുത്ത് അവൾക്ക് ഇരിക്കാനായി ഇട്ടുകൊടുക്കുകയാണ്. നിധിയും ആ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട്, എന്റെ കാര്യത്തിൽ ഇപ്പോ നല്ല ശ്രദ്ധയാണല്ലോ എന്ന് ചോദിക്കേ. അല്ല നിധി ജോലിക്കൊക്കെ പോവുകയല്ലേ, ഇതെങ്കിലും ചെയ്യണ്ടേ എന്ന് സുധീഷും. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അവൾക്കുള്ള പായസവുമായി വന്ന് അവൾക്ക് കൊടുക്കുമ്പോഴേക്കും ഇതൊക്കെ എന്താ സുഭാഷ് ഏട്ട എന്ന് നിധിയും. ഏടത്തി ആദ്യമായി ജോലിക്ക് പോകുന്നതിന്റെ സന്തോഷത്തിൽ സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കിയതാണെന്ന് നികേഷും പറയുന്നുണ്ട്. സത്യമാണോ സുഭാഷ് ഏട്ട എന്ന് നിധി ചോദിക്കേ. അതേ മോളെ, ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും മധുരം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്ന സുഭാഷ് ഏട്ടൻ പറയേ. നിധിയും അത് കഴിച്ചു നോക്കിക്കൊണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആസ്വദിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുക. സമയം എത്രയും പ്രണയത്തോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന സുധീഷും തന്റെ മൊബൈൽ എടുത്ത് സാരിയെടുത്ത് സുന്ദരിയായി കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധിയുടെ ഫോട്ടോ മൊബൈലിൽ പകർത്തുന്നുണ്ട്. പിന്നീട് അവൾ കഴിച്ചു കഴിയുമ്പോഴേക്കും സുഭാഷ് അവളോട് പ്രാർത്ഥിക്കാനായി പറയുകയാ. നിധി അവിടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴേക്കും നിധി വാങ്ങിക്കൊടുത്ത പുതിയ ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ട് ഭാസ്കരനും ആ തളത്തിലേക്ക് എത്തുകയാ. എല്ലാവരെയും കാണിക്കാനായി അദ്ദേഹം ഒരു പാട്ടൊക്കെ മൂളിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് കാണേ. ഇപ്പൊ ഇവിടെ ഒരു റാംവാക്കിന്റെ ആവശ്യമുണ്ടോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. റാംവാക്കല്ലടാ, ക്യാറ്റ് വാക്ക് എന്നച്ഛൻ മറുപടി പറയുമ്പോഴേക്കും ഹരീഷും സുധീഷും അച്ഛന്റെ മുന്നിലേക്ക് എഴുന്നേറ്റ് ചെന്ന്, എന്താ ഈ കാണിക്കുന്നേ, വാക്കിംഗ് ആണോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. വാക്കിംഗ് തന്നെ എന്നച്ഛൻ പറയുമ്പോഴേക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞ നിധിയും താൻ കൊടുത്ത ഷർട്ടിട്ട് നിൽക്കുന്ന അച്ഛനെ കാണേ ഹായ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെയോ, ഏത് കളർ ഷർട്ടും എനിക്ക് മാച്ച് ആവും, ഞാനൊരു ജെന്റിൽമാൻ അല്ലേ എന്ന് പറഞ്ഞ് ഉമ്മറത്തേക്ക് പോവുകയാ. അച്ഛൻ പോയി കഴിയുമ്പോഴേക്കും നിധിയും സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്, ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ടാ ഇട്ടതെന്ന്. അതെയോ, നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് ഏട്ടനും. എന്നാ പിന്നെ ഇറങ്ങിയാലൊന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും എടതി ഒരു നിമിഷം എന്ന് പറഞ്ഞ് നികേഷ് തന്റെ റൂമിലേക്ക് ഓടുകയാ. അവനൊരു പേനയുമായി നിധിയുടെ അരികിലേക്ക് വന്ന്, എടതി ഇതെന്റെ ഫേവറിറ്റ് പേനയാ, ഇത് ഇനി മുതൽ ഏടത്തി വെച്ചോ എന്ന് പറയേ. അപ്പോ നികേഷിന് വേണ്ടേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഞാൻ വേറെ വാങ്ങിച്ചോളാം, ഈ പെന്ന് കൊണ്ട് എഴുതിയ എക്സാം എല്ലാം നന്നായി എഴുതാൻ കഴിയാറുണ്ട്, ഇനി മുതൽ ഇത് ഏടത്തിക്കിരിക്കട്ടെ. വാങ്ങിക്കുന്ന നികേഷ് പറയുമ്പോഴേക്കും നിധിയും സന്തോഷത്തോടെ താങ്ക്സ് പറഞ്ഞ് ആ പേന വാങ്ങിക്കുകയാണ്. ഹരീഷും നിധിക്ക് ഫസ്റ്റ് ഡേക്ക് ഓൾ ദ ബെസ്റ്റ് എല്ലാം വിഷ് ചെയ്യുന്നുണ്ട്. ശരി ഇറങ്ങാം, ടൈം ആയല്ലോ എന്ന് സുധീഷ് അവളെ വിളിക്കും. താൻ ലഞ്ച് എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവുകയാ. നിധിയും താൻ ബാഗ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ്, ഹരീഷേ ഞാനും അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നാ പിന്നെ കൊടുത്തൂടെ എന്ന് ഹരീഷ് ചോദിക്കേ. ഇപ്പൊ കൊടുക്കത്തില്ല, ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊടുത്താ അവൾ വേണ്ടെന്ന് പറഞ്ഞാലോ എന്നവൻ ചോദിക്കേ. അതെപ്പോ കൊടുത്താലും ഏടത്തി അങ്ങനെ തന്നെയല്ലേ പറയൂ എന്ന് ഹരീഷും. അവള് വേണ്ടെന്ന് പറഞ്ഞ അത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കാനല്ലേ നിനക്ക് എന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുക. അതിനുവേണ്ടി തന്നെയാ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും നികേഷും അവരുടെ അടുത്തേക്ക് നടന്നു വന്ന്, സുധീഷേട്ടാ എന്ത് ഗിഫ്റ്റാ ഏട്ടത്തിക്ക് വാങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നീയും കേട്ടോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ചെറുതായി കേട്ടോ.
വേഗം കൊടുക്ക് സുധീഷേട്ടാ, എല്ലാവർക്കും എന്താ ഗിഫ്റ്റ് എന്ന് കാണാലോ എന്ന് നികേഷും പറയുന്നു. ഇപ്പൊ കൊടുക്കുന്നില്ല, എന്തു വന്നാലും നിങ്ങളുടെ മുന്നിൽ അപമാനിതനാവാൻ പാടില്ലല്ലോ. ഞാൻ കാറിൽ വെച്ച് കൊടുത്തോളാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്ത് ഗിഫ്റ്റായെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അതെല്ലാം സർപ്രൈസ് ആണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും വേഗമെടുത്ത് നിധിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചുമായി സുഭാഷും അങ്ങോട്ടെത്തുകയാണ്. സുധീഷ് നിധിയെ കൂട്ടി നടന്നു നീങ്ങുമ്പോഴേക്കും എല്ലാവരും അവളെ യാത്രയക്കാനായി പുറകെ ചെല്ലുന്നുണ്ട്. നിധി കാറിനടുത്തേക്ക് നടന്നു നീങ്ങുമ്പോഴേക്കും എഴുതി, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് നികേഷ് ഓടിപ്പോയി ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തുകയാ. എന്താ നികേഷ് ഇതെല്ലാം എന്ന് സന്തോഷത്തോടെ നിധി ചോദിക്കേ. സർപ്രൈസ് ആണ് എടുത്തി എന്നവൻ പറയുമ്പോഴേക്കും പടക്കത്തിന്റെ ശബ്ദമെല്ലാം കേട്ട് ആളുകളെല്ലാം ഓടിക്കൂടുകയാ. കൂട്ടത്തിൽ സുഭാഷിന്റെ അമ്മായിയും അങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോ എന്താ വിശേഷം, ഇങ്ങനെ പടക്കമെല്ലാം പൊട്ടിച്ച് ആഘോഷിക്കാൻ എന്നവർ കൂടി നിൽക്കുന്ന പെണ്ണുങ്ങളോടായി ചോദിക്കേ. അറിയില്ലെന്നും സൗണ്ട് കേട്ടപ്പോഴാ ഞങ്ങളെല്ലാം ഓടിയെത്തിയതെന്ന് അവരും പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടെത്തിയ അച്ഛനും കൂടി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ലളിതയെയും കണ്ട് ഇവളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നത്, എൻ്റെ മരുമകൾ ആദ്യമായി ജോലിക്ക് ഇറങ്ങുകയാണേ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ആ പടക്കത്തിനൊപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയ്ക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ കയ്യിലേക്ക് ഒരു പടക്കം പൊട്ടി വീഴുന്നുണ്ട്. അങ്ങേർക്ക് അതിന്റെ വല്ല കാര്യവുമുണ്ടായിരുന്നു, അതിനടുത്ത് പോയി നിന്ന് ഡാൻസ് കളിക്കാനെന്ന് നികേഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഭാസ്കരൻ വേദനയെടുത്ത് പുളയുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് ഓടിച്ചെന്ന് എന്തു പറ്റി, കൈ പൊള്ളിയോ എന്ന് ചോദിക്കേ. അതൊന്നുമില്ലെന്ന് പറഞ്ഞ് ഭാസ്കരനും ഒഴിഞ്ഞു മാറാൻ നോക്കുകയാ. അത് ശ്രദ്ധിച്ച ലളിതയും അങ്ങേരെ പടക്കമെറിഞ്ഞ് പൊട്ടിക്കണമെന്ന് പറയുന്നത് കാണേ സുധീഷും അമ്മായിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കൊല്ലുമെന്ന് ആംഗ്യം കാണിക്കുകയാ. അത് ശ്രദ്ധിക്കുന്ന ഒരു നാട്ടുകാരനും എന്താ ലളിതേ, നിന്റെ മരുമകൻ എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കേ. ഒരു മരുമകൻ എന്ന് പറഞ്ഞ് ദയം അവിടെ നിന്ന് പോവുകയാ. നിധി അപ്പോഴും അച്ഛനോട് കൈ കാണിക്കാനായി പറയുന്നുണ്ടെങ്കിലും അതൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല മോളെ, നീ ജോലിക്ക് പോവാൻ നോക്കെന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞു വിടുകയാ ഭാസ്കരൻ. അങ്ങനെ നിധിയും സുധീഷും എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി പോവുകയാ. അച്ഛനും തന്റെ പൊള്ളിയ കൈയുടെ നീറ്റൽ സഹിക്കാനാവാതെ കൈ ഊതി പോകുമ്പോഴേക്കും അത് ശ്രദ്ധിക്കുന്ന സുഭാഷിനെ കാണേ. അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് കൈ കഴുകുമ്പോഴേക്കും എന്തു പറ്റിയച്ചാ, കൈ നന്നായി പൊള്ളിയോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് അദ്ദേഹം പറയേ. അച്ഛനോടാരാ പടക്കം പൊട്ടുന്നതിന്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ പറഞ്ഞത്, ഞാൻ മരുന്നെടുത്തോണ്ട് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ഒരു ചെറിയ പടക്കമല്ലേ, അതിന് മരുന്നൊക്കെ വെക്കണോ, പോയി നിന്റെ പണി നോക്കെന്ന് പറയുമ്പോഴേക്കും സുഭാഷും അകത്തേക്ക് കയറി പോവുകയാ. ആ സമയത്ത് കാറിൽ സന്തോഷത്തോടെ യാത്രയിലായിരുന്നു നിധിയും സുധീഷും. അമ്പലത്തിനടുത്ത് എത്തുമ്പോഴേക്കും അമ്പലത്തിനടുത്ത് വണ്ടി നിർത്തണമെന്നും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നും നിധി പറയുമ്പോഴേക്കും സുധീഷും അവിടെ വണ്ടി നിർത്തുകയാ. പിന്നീട് അവർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കാറിലേക്ക് കയറുമ്പോഴേക്കും നല്ല ശക്തിയുള്ള ദൈവമാ, ജോലി കിട്ടണമെന്ന് കുറച്ചു ദിവസം മുന്നേ പ്രാർത്ഥിച്ചതേയുള്ളൂ, അപ്പോഴേക്കും ജോലി കിട്ടിയില്ലേ എന്നൊക്കെ സന്തോഷത്തോടെ നിധി പറയേ. അതേ നിധി, കറക്റ്റ് ആണെന്ന് പറഞ്ഞ് സുധീഷും തന്റെ വണ്ടി എടുക്കുകയാ. യാത്രക്കിട്ടയിൽ സുധീഷ് അവളോട് ജോലി കിട്ടിയ കാര്യം വീട്ടിലേക്ക് വിളിച്ചു പറയാനായി പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്തിനു പറയണം, അവർക്ക് എന്നെക്കുറിച്ച് അറിയണമെന്നില്ലല്ലോ, എനിക്ക് ജോലിക്ക് പോവാൻ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നു. ഈ കാര്യത്തിൽ സുധീഷിനോട് മാത്രമേ എനിക്ക് നന്ദി പറയാനുള്ളൂ, എല്ലാ കാര്യത്തിലും സുധീഷാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് എന്നവൾ പറയുന്നത് കേൾക്കെ അതെ അതെ, കുറെ ഇന്റർവ്യൂസിന് കൂട്ടിക്കൊണ്ടുപോയി, അതാണോ ഇത്ര വലിയ കാര്യമെന്ന് സുധീഷും. അത് മാത്രമല്ല, ഞാൻ ജോലിയെപ്പറ്റി ചിന്തിക്കാതിരുന്ന സമയത്തെല്ലാം ഇതിനാണോ തിരുവനന്തപുരത്തേക്ക് വന്നതെന്ന് ചോദിച്ച് സുധീഷ് എന്നെ ജോലിയുടെ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഞാൻ പണ്ടേ സ്മാർട്ടാണെന്ന് സുധീഷും. അയ്യോ, ഞാൻ സുധീഷിനെ പറ്റി നല്ലത് പറയുകയല്ലേ, പിന്നെ സുധീഷ് എന്തിനാ ഇയാളെ തന്നെ പൊക്കി പറയുന്നേ, ഇയാൾ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം വളരെ നന്ദിയെന്ന് നിധിയും പറയുന്നുണ്ട്. പിന്നീട് സുധീഷ് അവളോട് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് പലതരം ആൾക്കാരുണ്ടാവുമെന്നും നമ്മൾ നന്നായി ശ്രദ്ധിക്കണമെന്നും ഒക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടെങ്കിലും സുധീഷ് എന്താ ബൂമറാങ് പോലെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട് നിധി. എന്തു പറഞ്ഞാലും പ്രശ്നമാണല്ലോ, മിണ്ടാതിരിക്കുക നല്ലത്, ഗിഫ്റ്റ് കൊടുത്താലോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് വീണ്ടും അവൻ നിധിയോടായി, നിധി, ഞാൻ ഇയാൾക്കൊരു കാര്യം തരാം, ഇയാൾക്കത് വേണ്ടെങ്കിൽ തിരിച്ചു തന്നാ മതി, ഒരു പ്രശ്നവുമില്ല, പക്ഷേ അത് പിന്നെ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ് എന്നെ ഹേർട്ട് ചെയ്യരുത്. സുധീഷ് ഈ ലൈഫിൽ തന്നെ ഒരുപാട് ഹേർട്ടായിട്ടുണ്ട്, ഇനി ഇതുകൂടി താങ്ങാൻ വയ്യ എന്നവൻ പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞവൻ നിധിക്കായി വാങ്ങിവെച്ച ആ ഗിഫ്റ്റ് എടുത്ത് നിധിക്ക് കൊടുക്കുകയാ. അവളത് വാങ്ങുമ്പോഴേക്കും ആദ്യമായി നിധി ജോലിക്ക് പോവുകയല്ലേ, അതാണ് ഒരു ചെറിയ ഗിഫ്റ്റ് തരാമെന്ന് വെച്ചത്, വലിയ ക്യാഷിൻ്റെതൊന്നുമല്ല, സുധീഷിന് കഴിയുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് വാങ്ങി എന്നവൻ പറയുമ്പോഴേക്കും ആ ഗിഫ്റ്റ് ബോക്സ് നോക്കിക്കൊണ്ട് ഇതിലെന്താണെന്ന് നിധി ചോദിക്കുക. ഓപ്പൺ ചെയ്താൽ അറിയാലോ, ഓപ്പൺ ചെയ്ത് നോക്കുന്ന സുധീഷ് പറയേ. നിധിയും ആ ഗിഫ്റ്റ് ബോക്സ് അഴിക്കാൻ തുടങ്ങുകയാ. സുധീഷും ടെൻഷനോടെ ഇപ്പൊ പറയും, എന്തിനാ ഇതെല്ലാം വാങ്ങിച്ചത്, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന്, എന്തു വന്നാലും അതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കും സുധീഷേ, വാങ്ങിയ കടയിൽ പറഞ്ഞേൽപ്പിച്ചിട്ടാ വന്നത്, ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ മടക്കി കൊടുത്താൽ അതിന്റെ ക്യാഷ് എങ്കിലും തിരികെ വാങ്ങാലോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞവൻ ടെൻഷനോടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കെ ഗിഫ്റ്റ് ബോക്സ് തുറന്ന നിധിയും അതിൽ ഒരു വാച്ചിരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ആ വാച്ച് കയ്യിലെടുത്ത് നോക്കുകയാ. അവൾ സുധീഷിനോടായി നന്നായിട്ടുണ്ടെന്ന് പറയേ. നിധിക്ക് ഇഷ്ടായോ എന്ന് സുധീഷും. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നവൾ പറയേ. സുധീഷും സന്തോഷം അടക്കാനാവാതെ
ഇയാൾ ഇങ്ങനത്തെ മെറ്റൽ വാച്ചെല്ലാം യൂസ് ചെയ്യാറുണ്ടോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ ടൈപ്പ് വാച്ചുകളോടാണ് ഇഷ്ടം എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ സൂപ്പർ സുധീഷേ എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. എങ്ങനെയോ മനസ്സിൽ തോന്നി വാങ്ങിയതാണ്. ഇത് ഇഷ്ടമില്ലെന്ന് പറയുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എനിക്കിത് വേണ്ട, എനിക്കെന്തിനാണ് ഈ ടൈപ്പ് വാച്ചൊക്കെ എന്ന് പറഞ്ഞേ പുറത്തേക്ക് എറിയുമെന്നാ വിചാരിച്ചത് എന്നൊക്കെ അവൻ പറയുമ്പോഴേക്കും നിധി ആ വാച്ച് തന്റെ കയ്യിലേക്ക് കെട്ടുകയാണ്. അവൾ സന്തോഷത്തോടെ തന്റെ വാച്ച് കെട്ടിയ കൈ സുധീഷിന് നേരെ നീട്ടിക്കൊണ്ട് നന്നായിട്ടില്ലേ എന്ന് ചോദിക്കുക. നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് സുധീഷും. നിധിയും അവന് താങ്ക്സ് പറഞ്ഞ് നല്ല ഭംഗിയുണ്ട് എന്ന് സന്തോഷത്തോടെ പറയേ നിധിയുടെ കൈക്ക് ഈ വാച്ച് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് സുധീഷും. വീണ്ടും അവൻ അതിനെപ്പറ്റി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മതി സുധീഷേ, ഇനി പറഞ്ഞ ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ല, മിണ്ടാതിരിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ് അവൻ കാറിൽ പാട്ട് വെക്കുകയാ. അങ്ങനെ അവർ സന്തോഷത്തോടെ ആ പാട്ടും ആസ്വദിച്ച് നിധിയുടെ ഓഫീസിന് മുന്നിലെത്തുമ്പോഴേക്കും സുധീഷും വണ്ടി നിർത്തി നിധി ഓൾ ദ ബെസ്റ്റ്, വാച്ചെല്ലാം കെട്ടിയിട്ടുണ്ടല്ലോ, ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരിക്കുമെന്ന് പറയേ നിധിയും താങ്ക്സ് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി സുധീഷിനോടായി പറയുന്നുണ്ട്. എന്നെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇന്റർവ്യൂവിനല്ല പോകുന്നത്, ജോലിക്കാണ് പോകുന്നത്. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകുന്നേരമാവും, ഇവിടെ നിൽക്കാതെ പോയി ജോലി ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ശരിയെന്ന് സുധീഷും സമ്മതിക്കുക. അവളും കാറിൽ നിന്നിറങ്ങി സുധീഷിന് ബായ് പറഞ്ഞ് ഓഫീസിലേക്ക് നടന്നു നീങ്ങുമ്പോഴേക്കും അവളെ പ്രണയത്തോടെ നോക്കിയിരിക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.